ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിമ്പിൾ സ്റ്റോറീസ്. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാ നമുക്കും ഇവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് തമിഴ്നാട് സ്പെഷ്യൽ ബൺ പൊറാട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ബൺ പൊറാട്ടയാണ്. ടേസ്റ്റിലും ഇൻഗ്രീഡിയൻസിലും ഒക്കെ രൂപത്തിലൊക്കെ ഉള്ള മാറ്റമാണ് നമ്മുടെ സാധാ പൊറോട്ടയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക. പുതിയ വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ? അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ബൺ പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഈ പൊറോട്ട ഉണ്ടാക്കാൻ ഞാൻ 4 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തത്. അതൊരു വൃത്തിയുള്ള കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ആ മാവിൻ്റെ നടുവിൽ ഒരു കുഴി ഉണ്ടാക്കണം. എന്നിട്ട് അതിക്കൊരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും 1/4 കപ്പ് പാലും 1 കോഴിമുട്ടയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മാവൊന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൈദ മിക്സ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കാതെ മൊത്തത്തിൽ പാലാണെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക. ആ പാല് ചേർക്കാതെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് പാല് മാത്രമാണ് എടുത്തത്. പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ മാവ് കുഴച്ചെടുക്കണത്. അങ്ങനെ നല്ലോണം കുഴച്ചെടുക്കുക. നമ്മൾ പൊറാട്ടയൊക്കെ കുഴച്ചെടുക്കണ പോലെ തന്നെ ഒരു 10-20 മിനിറ്റോളം കൈ മാറ്റാതെ കുഴച്ചെടുക്കണം. ഇങ്ങനെ വലിച്ച് കുഴച്ചെടുക്കട്ടോ. കയ്യിൽ ഒന്ന് ഒട്ടുകയാണെങ്കിൽ കുറച്ച് മൈദമാവ് ഒന്ന് വിതറി കൊടുത്തിട്ട് വീണ്ടും കുഴച്ചെടുത്താൽ മതിയാവും. ഒരു 10-20 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഏറെ കുഴച്ചെടുത്താലും വേണ്ടില്ല. കുഴച്ചെടുക്കണ സമയം കുറയാതെ ശ്രദ്ധിക്കുക. അവിടെയാണ് ബൺ പൊറാട്ട ആയി വരുന്നത്. ഇപ്പോൾ ഞാനിവിടെ മൈദ മാവൊക്കെ നല്ലോണം കുഴച്ചെടുത്ത് ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവ് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മാവിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് വെജിറ്റബിൾ നെയ്യും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തതാണ് കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ അതൊന്ന് ഈ മാവിൽ തേച്ച് കൊടുക്കണം. മാവ് ഡ്രൈ ആവാതിരിക്കാനാണ് കേട്ടോ. ഇനി ഒരു നനഞ്ഞ ടവലോ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. റെസ്റ്റിന് നമ്മൾ വെച്ച മാവൊക്കെ ഞാൻ പുറത്തെടുത്തു. നമുക്ക് ഈ മാവിന്ന് ഓരോ ബോൾസാക്കി എടുക്കണം. അപ്പോൾ ബോൾസാക്കി എടുക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ തള്ളവിരലിൻ്റെയും ചൂണ്ടാവിരലിൻ്റെയും നടുവിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ ബോൾസും ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതുപോലെയാണ്. അങ്ങനെ ഓരോ ബോൾസും ഈ ഒരു ഓയിൽ മിക്സിലേക്കാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് ഈ ഒരു മാവിന്ന് 8 ബോൾസാണ് കേട്ടോ കിട്ടിയത്. എന്നിട്ട് ഈ ബോൾസിൻ്റെ മേലെയും ഓയിലൊന്ന് തടവി കൊടുക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വീണ്ടും നമുക്ക് ഈ ഒരു മാവിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മളെ ബൺ പൊറാട്ടൻ്റെ റെസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ കുറച്ച് പാട്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല. ഇനി എന്നിട്ട് നമുക്ക് ഓരോരോ ബോൾസും ഇതുപോലെ ചെയ്യുക. എങ്ങനെയെന്ന് വെച്ചാൽ കൈവെള്ളയിൽ ഇട്ടിട്ട് പരത്തിയെടുക്കുക. അല്ലെങ്കിൽ ചപ്പാത്തിക്കോല് വെച്ചിട്ടും പരത്തിയെടുക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് പരത്തിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ വീശിയടിക്കാന്നൊക്കെ പറയുമല്ലോ, പൊറോട്ടയൊക്കെ നമ്മൾ അങ്ങനെ വീശിയടിക്കുമല്ലോ, അങ്ങനെ വീശിയടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. നല്ല നൈസായിട്ട് മാവ് വരണം, അത്രയേ ഉള്ളൂ. പരത്തിയെടുക്കണം. അങ്ങനെ പരത്തി കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ അങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഈ പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ കൈയിൻ്റെ 3 വിരലിൻ്റെ വിരലിമ്മ കൂടെ അങ്ങനെ തലീക്കെട്ട് പോലെ എന്നൊക്കെ പറയൂലേ, അതേപോലെ ആക്കിയിട്ടെടുക്കുക. അങ്ങനെ ലാസ്റ്റ് ബാക്കി വന്ന മാവുണ്ടല്ലോ അത് താഴെ കൂടെ മുകളിലേക്ക് ആക്കിയിട്ട് വെക്കുക. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോസാപ്പൂവിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ വരും. അങ്ങനെ എല്ലാ ബോളും നമുക്ക് അങ്ങനെ തന്നെ ആക്കിയെടുക്കണം. ഞാനൊന്നും കൂടി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നല്ലോണം മാവ് നല്ല നൈസായിട്ട് പരത്തിയെടുത്താൽ അങ്ങനെ നമുക്ക് പരത്താൻ പറ്റും. നമ്മുടെ മാവ് കറക്റ്റ് കുഴ ചെന്നതാണെങ്കിൽ കേട്ടോ. എന്നിട്ട് ഇതുപോലെ 2 സൈഡിൽ നിന്നും ചുരുട്ടുക. ലെവലാക്കി കൈവിരലിലിട്ടിട്ട് തളിക്കെട്ടാക്കിയിട്ട് വെക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മൾ മാവ് പരത്തി കഴിഞ്ഞാൽ ഓയിൽ തടവാൻ മറക്കരുത് കേട്ടോ. എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ മാവ് ലെവലായിട്ട് വരൂ. ഈ കാര്യം മറക്കരുത്.
അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് മക്കളൊക്കെ അതാ അവിടെ പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് ചെറിയ മോളും ബൺ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. നല്ല നൈസായിട്ട് പരത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈസിയാണ് കേട്ടോ. ഫസ്റ്റ് ചെയ്യുമ്പോഴത്തെ ഒരു പാടേ ഉള്ളൂ, പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. രാവിലെ 1-2 മണിക്കൂറൊക്കെ മുന്നേ മാവൊക്കെ കുഴച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചാൽ പുറത്തുനിന്നൊന്നും നമുക്ക് പൊറോട്ട വാങ്ങി കഴിക്കേണ്ട കാര്യമില്ല. ഈ ഒരു തടിക്കെട്ട് പരത്തുന്നത് ഒന്നും കൂടെ ഒന്ന് പരത്തിയാൽ നമ്മുടെ സാധാ പൊറോട്ടയായി. അപ്പോൾ അതാ ഞാനിവിടെ ഇത്രയും തളിക്കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈവെള്ളം കൊണ്ട് ഒന്നിങ്ങനെ പരത്തി ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതിയാവും. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഒരിക്കലും കുഴിയുള്ള പാത്രം ചുട്ടെടുക്കാൻ എടുക്കരുത്. നല്ല ഫ്ലാറ്റായ ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ ഏറ്റവും നല്ലത്. എനിക്കത് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ചട്ടി മാറ്റിയിട്ടാണ് കേട്ടോ പിന്നെ ചുട്ടത്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് വെക്കുക. അങ്ങനെ ഒരു ഭാഗം നമ്മൾ പിന്നെ ബൺ പൊറോട്ട ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറ്റേ ഭാഗം തിരിച്ചിട്ട് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ സാധാ ചെയ്യും പോലെ മറിച്ചിട്ട് കൊടുക്കാൻ നിൽക്കരുത്. പൊറോട്ട സോഫ്റ്റ് കുറയൂട്ടാ, ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ തമിഴ്നാട് മധുരൈ സ്പെഷ്യൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടി പൊറോട്ട അല്ലെങ്കിൽ ബൺ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ കറീൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റൂട്ടാ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.